മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ടോൾ ജംഗ്ഷൻ, ഇടപ്പള്ളി, പള്ളുരുത്തി, തൃപ്പൂണിത്തുറ, കാലടി, എരമലൂർ, അരൂർ പള്ളി, തുറവൂർ, തൃശൂർ. പല്ലാരിമംഗലത്ത് നവീകരിച്ച മൃഗാശുപത്രി ഉദ്ഘാടനം ചെയ്തു. പല്ലാരിമംഗലം പഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച പുലിക്കുന്നേപ്പടി മൃഗാശുപത്രിയുടെ ഉദ്ഘാടനവും ക്ഷീരകർഷകർക്ക് സബ്സിഡി നിരക്കിൽ നൽകുന്ന കാലിത്തീറ്റയുടെ വിതരണവും ആന്റണി ജോൺ MLA നിർവഹിച്ചു. എല്ലാ വിഭാഗം ജനങ്ങളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് അവരുടെ വിശ്വാസത ആർജിച്ചുകൊണ്ട് തന്നെയാണ് പല്ലാരിമംഗലം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അതിൻ്റെ 5 വർഷക്കാലത്തെ പ്രവർത്തന പരിധി പൂർത്തീകരണത്തിലേക്ക് എത്തുന്നത്. നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ അടിസ്ഥാന സൗകര്യ വികസന കാര്യത്തിനകത്തും ഒരുപാട് ക്ഷേമ പ്രവർത്തനങ്ങൾ കൊണ്ടുവരുന്ന കാര്യത്തിലുമൊക്കെ പ്രത്യേകമായ ശ്രദ്ധ കൊടുത്തിട്ടുണ്ട്. എല്ലാ വിഭാഗം ജനങ്ങളെയും ആ കാര്യത്തിനകത്ത് നല്ല നിലയിൽ സഹകരിപ്പിച്ചുകൊണ്ടാണ് പഞ്ചായത്ത് ഭരണസമിതി പ്രവർത്തനങ്ങൾ ക്രമീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ തന്നെ ഏതാണ്ട് 6 ലക്ഷം രൂപ, അല്ലേ, 6 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ഈ നവീകരണ പ്രവർത്തനം പൂർത്തീകരിച്ചിട്ടുള്ളത്. ഇവിടെ മറ്റൊരു സബ് സെന്റർ ഇതിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിന് നേതൃത്വം കൊടുക്കുന്നവർ. അപ്പോൾ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് ക്ഷീര കർഷകരെ സംബന്ധിച്ച് നമ്മുടെ മണ്ഡലത്തിൽ പരിശോധിക്കുമ്പോൾ നിരവധിയായിട്ടുള്ള ക്ഷീര കർഷകർ ഈ രംഗത്ത് വളരെ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. ഒരു ക്ഷീര കർഷകൻ എന്ന് പറഞ്ഞാൽ ദിവസം പൂർണ്ണമായി അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കേണ്ട ഒരാൾ കൂടിയാണ്. എൻ്റെ വീട്ടിലും നേരത്തെ ഇപ്പോൾ സാധാരണ സുഖമില്ലാതായതുകൊണ്ട് പശുക്കളില്ല എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ വളരെ സജീവം ഒരുപാട് വർഷം കോഴിപ്പള്ളി സൊസൈറ്റിയിൽ, വിൽമ സൊസൈറ്റിയിൽ വർഷങ്ങളോളം പാലളന്ന ഒരു വ്യക്തി കൂടിയാണ് എൻ്റെ നേതാവ്. ഞാനും ഒരുപാട് വർഷങ്ങൾ അവിടെ പ്രസിഡന്റ് ഖദീജ മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് OE അബ്ബാസ് മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നിസാമോൾ ഇസ്മായിൽ, പഞ്ചായത്ത് അംഗങ്ങളായ സീനത്ത് മൈദീൻ, AA രമണൻ, അബൂബക്കർ മാങ്കുളം, റിയാസ് തുരുത്തേൽ, വെറ്റിനറി സർജൻ ഡോക്ടർ KA ഷറഫുദ്ദീൻ, ഡോക്ടർ റസീന കരീം, ഡോക്ടർ P മെർലിൻ, ഡോക്ടർ ജെസ്സി K ജോൺ, NK മുഹമ്മദ്, NP ഷാജഹാൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം.